ഹായ്, ഞാൻ ഇന്നൊരു ഫിഷ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇത് പഴയകാല ഒരു റെസിപ്പിയാണ്. അന്ന് അരകല്ലിൽ അരച്ചാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പം നമുക്ക് അരകല്ലിൽ അരയ്ക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇന്ന് മിക്സിയിലാണ് ഇത് ഞാൻ അരച്ചെടുക്കുന്നത്. ഇത് ഞാൻ 1/2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് കാളാഞ്ചിയാണ്. അല്പം വലിപ്പത്തിൽ കനത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, വിനാഗിരി, കുറച്ച് കറിവേപ്പില, ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. അരപ്പ് നന്നായി അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കാം. ഈ അരപ്പ് നന്നായി മീനെ തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം. ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പം 15 മിനിറ്റ് കഴിഞ്ഞ്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അത് ഞാൻ ഒരു 7-8 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലവണ്ണം ചൂടായി കഴിഞ്ഞ് മീൻ ഇടാവുള്ളൂ. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിത് വറക്കാൻ വെച്ചിട്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി നോക്കാം. ഇതിൻ്റെ ഒരു വശം വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിടാം. ഇപ്പോൾ നമ്മൾ ഒരു വശം മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റും കൂടെ ചെറുതീയിൽ വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഈ മീനിൻ്റെ രണ്ടാമത്തെ വശം ഏതാണ്ട് 3/4 ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് മൂടി വെക്കാം. ഒരല്പസമയം കൂടെ മൂടി വെച്ച് കൊടുക്കാം. പഴയകാല മീൻ വറുത്തത് റെഡിയായി. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈസ്റ്ററിന് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നന്ദി, നമസ്കാരം.